Hello everyone, welcome back to my channel. Today I have got something very personal and close to my heart which I always wanted to share with you all about. It's about the differences in raising kids in Canada and in Kerala. നാട്ടിൽ ഞാൻ 26 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ സെറ്റിലായിട്ട് ഏകദേശം 7 വർഷത്തോളം ആകുന്നു. 2 കുട്ടികളെ റേസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസസ് കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫാമിലീസിനും അതുപോലെ ഇവിടെയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ഫാമിലീസിനും അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി ആകാൻ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. നാട്ടിലാവുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് കിട്ടുമെന്ന് പറയുന്നത് പോലെയാണല്ലേ. എന്ന് വെച്ചാല് നമ്മുടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അതുപോലെ നെയ്ബേഴ്സ് എല്ലാവരും ആയിട്ട് നല്ല ഒരു കണക്ഷൻ ആയിരിക്കും. അപ്പം എല്ലാവരുടെയും കൂടെ കുട്ടികൾ അങ്ങ് വളരുമല്ലേ. ഇപ്പം കസിൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും എല്ലാ സിബ്ലിങ്സും അല്ലെങ്കിൽ കസിൻസും ഒക്കെ താമസിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ക്ലോസ് നിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് നമ്മുടെ കൾച്ചേഴ്സിനോടായിട്ടാണെന്നുണ്ടെങ്കിലും റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഒരു കണക്ഷൻസ് നമുക്ക് വരും അല്ലെ. അപ്പം അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പൊ നമുക്ക് ട്രഡീഷണൽ കൾച്ചേഴ്സ് ഓരോ റിലീജിയൻസിലുള്ളതും ഇപ്പം ഞാൻ ഇത്രയും വർഷം നാട്ടിൽ ജീവിച്ചിട്ടും നമ്മൾ വേറെ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടും നമ്മുടെ ട്രഡീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഒക്കെ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിലെ എന്റെ അമ്മ അങ്ങനെ ചെയ്യുന്നത് കണ്ടു ശീലിച്ചത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നാട്ടിലുള്ള ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഫോർ റേസിംഗ് എ കിഡ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ഇവിടെ ആൾക്കാർ വളരെയധികം ഫ്രണ്ട്ലി ആണ്. പക്ഷെ എപ്പോഴും അവർ എംഫസൈസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിലെ തന്നെ കുഞ്ഞി ജനിച്ചു കഴിഞ്ഞ് വിത്തിൻ എ ഫ്യൂ മന്ത്സിൽ തന്നെ കോ സ്ലീപ്പ് എന്നുള്ളൊരു സംഭവമൊന്നും ഇവിടെ ഇല്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞി ജനിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 വയസ്സാകുന്നത് വരെയൊക്കെ പേരൻസിന്റെ ഒക്കെ കൂടെ ആയിരിക്കുമല്ലോ കിടക്കുന്നല്ലേ. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് റൂമിലായിരിക്കും. അപ്പം ആ കുഞ്ഞിലേ മുതൽ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു സംഭവം ഇവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഫോർ റേസിംഗ് എ കിഡ്. കാനഡയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നതും ഇമിഗ്രൻസ് തന്നെയാണ്. അപ്പം അവരുടെ എക്സ്റ്റൻഡഡ് ഫാമിലീസ് എന്നൊക്കെ പറയുന്നത് വേറെ പല കൺട്രീസിലും ആയിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. സെക്കൻഡ് തിങ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നാട്ടിലാകുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു അക്കാഡമിക് എക്സലൻസ് എന്നുള്ള ഒരു അതിനായിരിക്കുമല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് കേരള ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്സ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാർക്സിനൊക്കെ സ്കോർ ചെയ്യുന്നത് തന്നെ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരധികം ഒരു പ്രഷർ വരും. ഓക്കെ, യു ഷുഡ് ചൂസ് ദിസ് കരിയർ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു പ്രഷറൈസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലും അക്കാഡമിക് എക്സലൻസ് അല്ലെങ്കിൽ മാർക്സിന്റെ ബേസിസിലായിരിക്കും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ കാനഡയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഹൈസ്കൂൾ വരെ നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് ഫീസ് ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല അൺലെസ് ഇൻ എ ബോർഡിംഗ് സ്കൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ എന്നുണ്ടെങ്കിൽ. ഇപ്പൊ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂൾ വരെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ പറയാ അതർ സിലബസസും ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ഇന്റർനാഷണൽ ബാക്കലറേറ്റ് ഉണ്ടാവും, കൊഹീറ്റോ പ്രോഗ്രാംസ് ഉണ്ടാവും. ആ 2 പ്രോഗ്രാംസ് എന്നൊക്കെ പിന്നെ ഫ്രഞ്ച് ഇമേർഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ഇമേർഷൻ പ്രോഗ്രാം കുറച്ചുകൂടെ ഫ്രഞ്ച് ലാംഗ്വേജ് കൂടെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഈ IB ഇന്റർനാഷണൽ ബാക്കലറേറ്റ് അല്ലെങ്കിൽ കൊഹീറ്റോ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ അതേപോലത്തെ സിലബസ് ആയിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു ക്ലാസ് തൊട്ട് തന്നെ എഡ്യൂക്കേഷന് കുറച്ചുകൂടെ ഒരു അക്കാഡമിക്കലി അവര് നല്ലതായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിലബസ് ആണ് STEM എന്ന് പറയുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ളൊരു സ്ട്രീം ഉണ്ട്. അതിലും കുറച്ചുകൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കേട്ടോ. അതും ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിപ്പെൻഡൻസ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. കാനഡിയൻ എഡ്യൂക്കേഷന്റെ കോർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ ഗോൾ ഈസ് ടു ബിൽഡ് ദ കിഡ് ആസ് എ ഹോൾ, നോട്ട് ജസ്റ്റ് അക്കാഡമിക്കലി എന്നുള്ളതാണ്. അതെനിക്ക് എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. മൂന്നാമത്തത് സോഷ്യൽ ലൈഫ് ആൻഡ് റിക്രിയേഷൻ ആണ്. സോഷ്യൽ ലൈഫ് ആൻഡ് റിക്രിയേഷനിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം
നമ്മൾ ചൂസ് ചെയ്യുന്ന ഇപ്പൊ നമ്മള് ഇവിടെ ഏത് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് ചൂസ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. നമ്മളുടെ കുഞ്ഞിന്റെയും അതുപോലെ നമ്മളുടെയും സോഷ്യൽ ലൈഫ് ആൻഡ് റിക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. കാര്യച്ചാല് ഞാൻ കുറച്ച് വർഷം ഒരു 2 years മുമ്പേ വരെ താമസിച്ചിരുന്നത് അധികം മലയാളീസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റിയിലായിരുന്നു. അപ്പം അവിടെ എനിക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിക്രിയേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അധികം ലിമിറ്റഡ് ആയിരുന്നു. കാര്യം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കുമല്ലോ ഓബ്വിയസ്ലി. അപ്പം ഇപ്പൊ ഞാൻ വേറെ ഒരു സിറ്റിയിലേക്ക് എഡ്മണ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു 2 years ആവുന്നതേ ഉള്ളൂ. അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹ്യൂജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വേറെ ഒരു ഗ്രൂപ്പ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കമ്മ്യൂണിറ്റി യു ചൂസ് ടു ലീവ്. ഇപ്പൊ നാട്ടിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ലല്ലോ. നമ്മള് നോർമലി നമ്മളുടെ കമ്മ്യൂണിറ്റി ആയിട്ടൊരു നമുക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ഫെസ്റ്റിവൽസും അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. റിക്രിയേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. കാനഡയിലും സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ലീവ് ചെയ്യണമെന്നുള്ളത്. പിന്നെ റിക്രിയേഷൻ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാ പ്ലേസസിലും നമുക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിക്രിയേഷൻ സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് സ്പോർട്സിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു റിക്രിയേഷൻ സെന്ററിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇപ്പം മലയാളീസ് അല്ലെങ്കിൽ ഇപ്പം വേറെ നാട്ടിലുള്ള ആൾക്കാരെന്നുണ്ടെങ്കിലും ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പം ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോഴും ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സെലിബ്രേഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ വന്ന ടൈമിലിനേക്കാളും അപേക്ഷിച്ചിട്ട് ഇപ്പൊ കൂടുതൽ ഒരു സോഷ്യൽ ലൈഫ് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റീസിനിടയിൽ വളരെയധികം വലുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ ലൈഫ് എന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് കാനഡയിൽ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വേറെ നമ്മുടെ കുട്ടികളുമായിട്ട് വേറെ മലയാളി കുട്ടികളൊക്കെ ആയിട്ട് കണക്ട് ആവുന്നത് കൊണ്ട് തന്നെ അവർ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ട്രഡീഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പൊ ഓണമാണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് ഒരു ഗ്രൂപ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അത് കുട്ടികൾക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് പേരന്റിങ് സ്റ്റൈൽസ്, ദ മോസ്റ്റ് ക്രൂഷ്യൽ വൺ. പേരന്റിങ് സ്റ്റൈൽസിനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് നമ്മളെ എങ്ങനെ റേസ് ചെയ്തു എന്നതിന്റെ അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം ഒരു 70 അല്ലെങ്കിൽ ഒരു 60% എങ്കിലും നമ്മളുടെ പേരൻസ് നമ്മളെ റേസ് ചെയ്തതിനൊരു ഇൻഫ്ലുവൻസ് എന്തായാലും നമ്മളുടെ പാരന്റിങ് സ്റ്റൈൽസിൽ ഉണ്ടായിരിക്കുമല്ലോ. ബാക്കി ഒരു 30 അല്ലെങ്കിൽ 40% മാത്രമായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈമിലെ വെച്ചിട്ട് നമ്മള് കിഡ്സിനെ റേസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെയൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ പേരൻസ് കുറെ കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ പേരൻസിനെയും എൽഡേഴ്സിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ കുറെ കൂടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലായിരുന്നിരിക്കുമല്ലോ പേരന്റിങ് സ്റ്റൈൽസ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിനൊരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു സെൻസിലേക്കാണ് അവർ വളർത്തുന്നത്. അതിനെ എത്രയും പെട്ടെന്ന് അതിനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കിഡാക്കി മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവിടുത്തെ പാരന്റിങ് സ്റ്റൈലിനുള്ളത് കേട്ടോ. ഇവിടെ പേരൻസ് എനിക്ക് നല്ലതായിട്ടിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പേരൻസ് അവരുടെ കിഡ്സിനെ ഓപ്പൺലി സംസാരിക്കാൻ വേണ്ടിയിട്ടും എന്ത് കാര്യമാണെങ്കിലും പാരന്റ്സിനോട് നമുക്ക് ഓപ്പൺലി എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നാട്ടില് നമ്മളെയൊക്കെ റേസ് ചെയ്തിട്ടുള്ളത് വെച്ചാല് എന്താ പറയാ നമുക്കിപ്പം ചിലപ്പോ പേടിയായിരിക്കും അച്ഛനോടോ അമ്മയോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇതിലൊക്കെയാണ് പേരന്റിങ് സ്റ്റൈൽ പോകുന്നത് കേട്ടോ. ഭയങ്കര ഓവർ ആയിട്ടുള്ളൊരു പ്രഷറോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലി ഇപ്പൊ നമ്മൾ പഠിച്ചില്ല, ഗ്രേഡ് കുറവാണ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്കൊരു ഒരു പ്രഷർ കൊടുക്കും, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ പാരന്റിങ് സ്റ്റൈൽ. അപ്പൊ കുട്ടീന്റെ കൂടെ വർക്ക് ചെയ്ത് അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള സപ്പോർട്ട്, അങ്ങനത്തെ ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ
സ്റ്റഡീസിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാണ്ട് ഓക്കെ ഇപ്പം നീ സ്റ്റഡീസിന് നല്ലതല്ല, ഓക്കെ യു ഷുഡ് ബി ഗുഡ് ഇൻ സം അതർ തിങ്സ് എന്ന് പറഞ്ഞിട്ട് അതർ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള അതിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഓക്കെ സ്കൂളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടില് ആഫ്റ്റർ സ്കൂൾ എന്തായിരിക്കും കുറേ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഒക്കെ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും ഹോംവർക്ക് മിക്ക ദിവസം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈവനിങ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പേരൻസ് അല്ലെങ്കിൽ ഫാമിലിയോട് കൂടെയുള്ള ആ ഒരു കോൾസ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മെജോറിറ്റി സ്കൂളിലും അങ്ങനെ കുട്ടികൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇഷന്റെ ടീച്ചറിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഹോംവർക്ക് ഒന്നും കൊടുക്കാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു നോ വി ഡോണ്ട് ഹാവ് ടു ഗീവ് ടു മച്ച് പ്രഷർ ടു ദ കിഡ്. കാര്യച്ചാല് ക്ലാസ്സിന് ശേഷം എന്നുള്ളത് അതൊരു ഫാമിലി ടൈം ആണ്, അല്ലെങ്കിൽ കുട്ടീന്റെ അതർ എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അതിൽ നമ്മൾ അക്കാഡമിക്കലി കുഞ്ഞിനെ അങ്ങനെ പ്രഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹോംവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ആഫ്റ്റർ സ്കൂൾ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പാരന്റ്സും ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോക്കർ അല്ലെങ്കിൽ എന്താ പറയാ ഹോക്കി അല്ലെങ്കിൽ അങ്ങനെ എന്ത് ആക്ടിവിറ്റീസിനും അതിനുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഉള്ളത് ഫാമിലി ടൈമാണ്. അതിനാണ് ഇവിടെ കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാണ്ട് അക്കാഡമിക്കലി ഇപ്പൊ എല്ലാ ദിവസവും ഹോംവർക്ക് അങ്ങനത്തെ ഒരു രീതിയേ അല്ല കേട്ടോ ഇവിടെ. ഇനി കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറയുന്നത് കുറച്ച് നാള് മുൻപേ വരെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പൊ അതിനുശേഷം ഗവൺമെന്റ് ഗ്രാൻഡ്സ്, സബ്സിഡി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇപ്പം ഒരുപാട് ഭയങ്കര ഭാരിച്ച ഡേ കെയർ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. എസ്പെഷ്യലി നമ്മൾക്ക് പേരൻസും അങ്ങനെ പേരൻസിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ സപ്പോർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ എന്തായാലും ഡേ കെയറിൽ വിടേണ്ടി വരുമല്ലോ, വേറെ വഴിയില്ല. അവരെ കുഞ്ഞുങ്ങളെ ലീഗലി നമുക്ക് വീട്ടിനുള്ളിൽ ഇരുത്താനും പറ്റില്ല. അപ്പം പേരൻസിന്റെ അല്ലെങ്കിൽ എൽഡേഴ്സിന്റെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്താൻ പറ്റില്ല. അപ്പൊ പിന്നീട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേ കെയർ ആണ്. അപ്പൊ ഡേ കെയറിലെ ഫീസ് ഇപ്പം ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു എക്സ്പെൻസീവ് എന്നുള്ള രീതിയിലല്ല. ആഫ്റ്റർ ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്യൂ സിസ്റ്റംസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ അതും നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പൊ പേരൻസിന്റെ രണ്ടുപേരുടെയും ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കുഞ്ഞിന്റെ എന്താ പറയാ ചൈൽഡ് കെയറിന്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിനെ റേസ് ചെയ്യാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എനിക്കിപ്പോ തോന്നുന്നു നാട്ടിലേക്കാളും കുറച്ചുകൂടെ ഭേദമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ മാസവും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കാനഡ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ 18 years വരെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് നമുക്കൊരു എമൗണ്ട് മന്ത്ലി വരും. അതിനോടൊപ്പം തന്നെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അണ്ടിൽ ഹൈസ്കൂള്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെൻസസ് അതിന്റെ കേസസിൽ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആഡ് ഓൺ എക്സ്പെൻസസ് വരുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ്സസ് എടുക്കുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് അഗെയിൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നാട്ടില് ഇപ്പം എന്താ പറയാ സിലബസിനനുസരിച്ചിട്ടാണല്ലോ ഫീസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം നാട്ടിലത്തത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ ഭേദമായിട്ട് തോന്നുന്നത്. പിന്നെ നാട്ടിലത് മാത്രമല്ല, നമുക്ക് ചൈൽഡ് കെയർ എക്സ്പെൻസസ് മാത്രമല്ല, പിന്നെ മെഡിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ എക്സ്പെൻസസ് ആഡ് ഓൺ ചെയ്യുമല്ലോ. ഇവിടെ നമുക്ക് മെഡിക്കൽ ഫ്രീ ആണ്, ഹെൽത്ത് കെയറിന്റെ നമുക്കൊരു പരിധിവരെ ഫ്രീ ആണല്ലേ. അതുപോലെ തന്നെ ചൈൽഡ് കെയറിന്റെ കോസ്റ്റും നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പം അതുപോലെ ഈ ഡേ കെയറിന്റെ ഫീസും കുഞ്ഞിന്റെ എക്സ്പെൻസസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. നമ്മളിപ്പോ ഒരു അർബൻ ഏരിയാസിലൊക്കെയാണ്, ടൊറന്റോ അല്ലെങ്കിൽ വാങ്കോവർ ഇങ്ങനെയൊക്കെ പോലുള്ള സിറ്റീസിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചൈൽഡ് കെയർ എക്സ്പെൻസസും കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസസും ഒക്കെ വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അതുകൂടെ ഓർക്കണം കേട്ടോ. No matter where you raise your kids, it's always important to give them love, support and give them the strong foundation they need. അല്ലേ? അപ്പം അതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയില്. Thanks for watching, and if you enjoyed this video, don't forget to like, share and subscribe to my channel for more informative videos. Thank you.